ആരിരാരോ അമ്മയുടെ മോനാരാരോ. വെൽക്കം ടു ബിന്ദുസ് ഡ്രീംസ്. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ കോളേജിൽ നിന്നൊക്കെ എത്തി ഡ്രസ്സൊക്കെ മാച്ച് ചായ ഇടുവാണ് കേട്ടോ. എന്നെയാണെങ്കിൽ എല്ലാവരും ഈ അടുക്കളയിൽ നിന്നാണ് 1 മിനിറ്റ് കിച്ചൺ ലോങ് വീഡിയോയിലും ഒക്കെ ഇങ്ങനെ എന്നെ ഈ അടുക്കളയിൽ നിന്നാണ് എല്ലാവരും കാണുന്നത്. ഞാൻ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോകാൻ എന്നെ ഇഷ്ടപ്പെടുന്നവരും ഈ അടുക്കളയിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടവരാണല്ലേ. അതിൽ ഭൂരിപക്ഷം പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസ് സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. വേർത്ത് കുളിച്ചാണ് വന്നിരിക്കുന്നത്. ആൻസ് എന്താ വിശേഷം? ആൻസാണ് ഇപ്പോൾ ഭയങ്കര ടെസ്റ്റ് അടക്കം, SPCയുടെ ടെസ്റ്റ്, സ്റ്റുഡൻറ്റ് പോലീസിൻ്റെ, NCCക്ക് ചേരാനുള്ള ടെസ്റ്റുകൾ. പിന്നെ ആൻസ് കുട്ടൻ ഒരു എന്താ ഫസ്റ്റൊക്കെ കിട്ടിയിട്ടോ ലോങ് ജമ്പിൽ അല്ലേ. ലോങ് ആണോ ഹൈ ആണോ? ഹൈ ജമ്പിൽ ഫസ്റ്റൊക്കെ കിട്ടി. എന്നോട് പറഞ്ഞു മാതൃഭൂമി പത്രം വരുത്താൻ മേലായിരുന്നു, അതിനകത്ത് എൻ്റെ ഫോട്ടോയൊക്കെ വരുമെന്ന് പറഞ്ഞു. എൻ്റെ ഒന്നും അതെങ്കിലും സമ്മാനം കിട്ടിയില്ല നിൽക്കണം. സമ്മാനം കിട്ടിയില്ലോ. സമ്മാനം എന്നാണ്ട് വിഷയം. നേച്ചർ വാക്കിനും ഉണ്ടായോ? നടത്തിയ പോയേ? അല്ല, സ്കൂൾ ബസ്സിലാ. സ്കൂൾ ബസ്സിൽ പോണേന് എങ്ങനെ വാക്കെന്ന് പറയും? ഇറങ്ങി നടന്നോ? ഇല്ലേ, അവിടെ എത്തിക്കഴിഞ്ഞോ? എന്തൊക്കെ കണ്ടു? ഉടുമ്പന്നൂർക്കാണോ പോയേ? ബന്ധുത്തോട്ടം ഒത്തിരി ഉണ്ടായിരുന്നോ? അത് എവിടെയാടാ? ഉടുമ്പന്നൂരാ? അവിടെയാ ഉടുമ്പന്നൂര് കഴിഞ്ഞ കണ്ടു. ചീനിക്കുഴിയാ തോന്നുന്നു. സ്ഥലത്ത് പോയി. നീ വാ, ബന്ധുത്തോട്ടം കാണിക്കാൻ വേണ്ടിയാണോ നേച്ചർ വാക്കിന് പോയത്? അടിപൊളിയായിരുന്നല്ലോ. മഴ പെയ്തോ? നനഞ്ഞോ? ഇല്ലേ. അപ്പം നാളെയാണ് ഫിസിക്കൽ ടെസ്റ്റ്, SPCയുടെ. ഓട്ടം ചാട്ടമൊക്കെ കാണുമായിരിക്കും അല്ലേ. എന്തൊക്കെ ഉണ്ടാവൂടാ? ആരും പറഞ്ഞില്ലേ? പോലീസാവോ? ആ മുഖം ഒന്ന് കാണിച്ചേ. എന്നാൽ പോയി ഡ്രസ്സ് മാറിയിട്ടുള്ള കഴിക്കാം. അപ്പോൾ നമുക്ക് ചായ ഇട്ട് കുടിക്കാവേ. ചേട്ടൻ ഇവിടെയുണ്ട്. ചേട്ടൻ കോഴികളുടെയൊക്കെ അടുത്തുണ്ട്. ബാസ്കറ്റ് എന്ത് ചെയ്യാൻ നോക്കട്ടെ. ഇവിടെ പ്രാണിമോള് വേസ്റ്റ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ കഞ്ഞിക്കലമൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ അടുപ്പും അതുപോലെ ഞാൻ വൃത്തിയാക്കിയടോ ഒക്കെതാ. ചേട്ടനാണ് ഈ തട്ടിൽ വേറെ ഒന്നും വെക്കരുതെന്ന് പറഞ്ഞു. മുട്ട വയ്ക്കാൻ തന്നെയായിട്ട്. മുട്ട അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തു. അതായത് കോഴിമുട്ടയും ഉണ്ട്, പിന്നെ താറാവ് മുട്ട. ഇത് താറാവ് മുട്ടയാണ് കേട്ടോ. കോഴിമുട്ട, താറാവ് മുട്ട. അപ്പോൾ പ്രാണി പോണ വഴിയാണല്ലേ. പ്രാണി ഇതേ ബാസ്ക്യൂ. പിന്നെ ഈ 2 പേര് കുഞ്ഞേ നനഞ്ഞോടിയേ. കുഴപ്പമില്ല. ഇടാരിച്ചണോ? 2 പേരുണ്ടല്ലോ. ഈ 2 പേർക്ക് പേരിട്ടിട്ടില്ല. ഇന്ന് നമ്മൾ പേരിടുന്നതായിരിക്കും. 2 പേരുടെ പേരിന്ന് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. ഇണ്ട പുണ്ണോ തുക ആണോടാ? തുക ആണോടാ? മുട്ടത്തലയാ? ഇന്ന് നോക്കണോ? കുഞ്ഞമ്മമാരാണോ നിങ്ങൾ? 2 ബാവന്മാരാണോ? ഇതെങ്ങോട്ടാ ഈ കയറി പോണോ? കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകാൻ. ഹലോ വീഡിയോ പിടിക്കാൻ തന്നെ ഞാൻ നോക്കത്തില്ല. ഹലോ ഡാ ഇന്നടാ രാ എൻ്റെ പൊന്നോ പുന്നാവയാണോടാ? ആക്കുവാ. ശുണ്ടരി ഒന്ന് ഒങ്ങി വാടി. നിന്റെ വാല് ശുണ്ടരി, നിന്റെ വാല് തവാലി പട്ടി പോലെ ഈച്ചണ. പട്ടി ഈടണ് തവാലി പട്ടി പോലെ ഈച്ചണ. ഈ പട്ടി ഈടണ്. കിടൊക്കെ ഞാനും തിന്നില്ലപ്പാ. ഇവനൊരു സ്വഭാവമുണ്ട് കേട്ടോ. ഞാൻ എന്താ കഴിച്ചതെന്നറിയാൻ വേണ്ടി എൻ്റെ ചുണ്ടിൻ്റെ അവിടെ നിന്നിട്ട് മണത്ത് നോക്കും. സ്മെല്ല് ഇവനറിയാതെ വല്ല ചിക്കനോ വല്ല മട്ടനോ വല്ല ബീഫോ ഒക്കെ കഴിച്ചോന്നറിയാൻ വേണ്ടിയിട്ട്.
അത് അവനുള്ളതാ പറഞ്ഞ്. അത് എനിക്കിങ്ങനെ തന്നേരം ഞാൻ തിന്നോളാന്ന്. അവനാ നേരത്തെ പാവം, അതവര് അവരെ കൊടുക്കേട്ടാ. ഒരെണ്ണം കൊടുക്കേട്ടാ, ചോദിച്ചല്ലേ. എനിക്കില്ല, ഒരെണ്ണം കൊടുക്കേട്ടാ. എന്നാ ചേട്ടൻ്റെ കൊണ്ട് കൊടുക്കേട്ടാ. എന്നാ ഒരെണ്ണം കൊടുത്താ ആ അതിന് അതും കൂടെ വന്നാ ഇത് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ടോ. താറാമുട്ട കൊടുത്താലോ? ഏതാ പഴയതേതാ? ഇതാ. എന്നാ പിന്നെ ഈ രണ്ടെണ്ണം കൊടുക്കാം അല്ലേ? ചെറുത് ആണോ? കേറുവാടാ, മോളി കയറാ. അപ്പം അതേ 2 പേർക്ക് നമ്മൾ മുട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദേ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇച്ചിരി ശരിയായി ചേട്ടാ. നമ്മൾ കൂട്ടിയിട്ടേ പിന്നെ നോക്കിയേ. ഇന്ന് കൊടുത്തോ മരുന്നാ? നീ ജസ്റ്റ് ആ കുഞ്ഞിനെ ഒന്ന് അഴിച്ചു വിടറാ. ഇതിലൊക്കെ ഒന്ന് നടക്കട്ടെ. ആ ഇല്ലില്ല, രാവിലെ അഴിച്ചൊന്നും വിട്ടിട്ടില്ല. തിന്നോടാ മാക്കു? ആ അത് ശരി. ഞാൻ വീഡിയോ പിടിച്ച് വന്നപ്പോഴത്തേക്ക് മാക്കു തീറ്റ കഴിച്ച്. പതുക്കെ ഇങ്ങ് എടുക്കടാ. ചായ ഇട്ടേക്കോ, ഞാനിപ്പോ വരാം. പതുക്കെ കഴുത്ത് നേരെ ആക്കടാ. ഉണ്ട്, കഴുത്ത് പിരിഞ്ഞു പോകണം. അസുഖം അവന്, വിറ്റാമിൻ കുറവാണ്. നേരെ പിടിച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയാടാ. മുറ്റം നിറച്ച ഇലയാ, മഴ പെയ്ത് മേലും നനഞ്ഞാ കൊച്ചിൻ്റെ. ദേണ്ടാ കഴുത്ത് നേരെ പിടിക്കടാ, അതിൻ്റെ നേരെ ആക്ക. ആ പതുക്കെ നിലത്തേക്ക് വിട്ടേടാ, പതുക്കെ നിലത്തേക്ക് വിട്ടേരെ. ഒന്ന് നടക്കട്ടെ. മഴ വന്നാൽ അപ്പം പിടിച്ചിടണേ. കഴുത്ത് പതുക്കെ അതൊക്കെ നേരെ വെച്ചേ. പിന്നെ പോയോ? ഇല്ല, പണ്ട ആ നിന്നോടാ. എന്നെ പറഞ്ഞില്ലടാ. ഓ നാക്കുൻ്റെ സ്നേഹിതനാണവൻ. ഇപ്പം നീ എന്നെ ചേട്ടായി എനിക്ക് ചിക്കൻ കാല് കൊണ്ടുതരാത്തേന്ന് അവൻ ചോദിക്കണേ. മറ്റേ ചേട്ടായി വന്നു എന്ന് പറഞ്ഞിട്ട് മാക്ക് കിടന്ന് തുള്ളക്കായിരുന്നു വീടിനകത്ത് കിടന്ന്. അപ്പുറത്തെ വീട്ടിലായിരുന്നപ്പോൾ. നീ കഴിച്ചിട്ട് അവരഴിച്ചു വിട്ടാൽ മതി. ഇവൻ എടാ മാക്കോ ഒന്ന് മാറിക്കേടാ. ഞാൻ ചായക്ക് ഇച്ചിരി ചായപ്പൊടി ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ചായ ഇട്ടിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ചായക്ക് കഴിക്കാൻ എന്തുണ്ട്? തുറക്കടാ. എടാ പൂച്ചനെ കയറ്റില്ലടാ. എന്നാ ചയാസ്. എടാ പ്രാണിയുടെ ഒരു കൊച്ചിനെ കണ്ടില്ലല്ലോടാ. എവിടെ? എന്നിട്ട് എന്തിയെ? ആഷ് കളറാ. അതിനെ ഇറക്കി വിട്. പെരക്കകത്ത് മൂത്രം ഒഴിച്ച് അറിയില്ലടാ, ഭയങ്കര സ്മെല്ലാ. ഇതേ നടക്കുന്നു. ആ ഫസ്റ്റ് ആ ചാരക്കുഞ്ഞ് പെരക്കകത്തുണ്ടായിരുന്നു, ചേട്ടാ അറിഞ്ഞില്ല. ആഷ് കളറുള്ള പൂച്ചക്കുഞ്ഞ് ഈ പെരക്കകത്തുണ്ടായിരുന്നു. ഞാൻ തുറന്നു തരുമോ? ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം പലഹാരം ഞാൻ തിന്നോളാം. അവൻ പുട്ടാ കഴിക്കണം. നീ എന്നാടാ അവിടെ പോയിരിക്കണേ? ഒരു സ്നേഹമില്ലോടാ. എല്ലാവരും ഒരുമിച്ചിരിക്കണല്ലേടാ ഒരു ദിവസം. 4 പേര് 4 വഴിക്കാം. അമ്മച്ചിക്ക് മുറിയിലല്ല, അമ്മച്ചി അറിയത്തായിരിക്കണേ. ഇതൊന്ന് തുറന്നു തരാവോ? കണ്ടില്ല. ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മുറുക്ക് കൂട്ടി ഞാൻ. എന്നാൽ പിന്നെ ഒരു കാര്യോടെ ചെയ്യട്ടെ ചേട്ടാ. ആ മീനെടുത്ത് വെള്ളത്തിൽ ഇരട്ടെ. ഞാൻ മുകളിലാണ് ചേട്ടാ വെച്ചേ. പിന്നെ ഇപ്പം തന്നെ എനിക്ക് ആ മീൻകറി വെക്കാമല്ലോ. ആ ചക്ക ഇട്ടുതരാവോ ചേട്ടാ? ചേട്ടാ എന്നോട് ദേഷ്യപ്പെട്ടു ഗൈസ്. ഇന്നലെ ആണെങ്കിൽ കമൻറ്റ് വന്നു ചേട്ടൻ ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ നിന്ന്.
കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തില്ലേ? ഓ ഇന്ന് ചേട്ടൻ കെട്ടിയൊന്നും പിടിച്ചില്ലല്ലോ. ഞാനിന്നേ ഇപ്പൊ ചേട്ടൻ കണ്ടോന്നറിയില്ല, ഫേസ്ബുക്കിലൊക്കെ വൈറലായൊരു വീഡിയോ. ഒരു കൊച്ച് 10ൽ പഠിക്കണ പിള്ളേരെ രാവിലെ വൈകിട്ട് അവർക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോകണം. ഒരു ബസ്സേ ഉള്ളൂ അവർക്ക് ആ സമയത്ത്. ആ ബസ്സിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ആ കൊച്ച് കൈ കുപ്പി കാണിച്ചിട്ട് പോലും ആ കണ്ടക്ടർ കയറ്റിയില്ല. കുറച്ച് പിള്ളേരെ മാത്രമേ കയറ്റിയുള്ളൂ. നിനക്കൊക്കെ ഇരിക്കാനാണോളാന്ന് വെച്ചാൽ ഞങ്ങൾ നിന്ന് പൊക്കോളാന്നൊക്കെ പറഞ്ഞിട്ടും ആ പുള്ളി കയറ്റിയില്ല ആ കൊച്ചിനെ, ബാക്കി പിള്ളേരെ അങ്ങനെ. അത് ഭയങ്കര വൈറലായി. അയാളുടെ പെർമിറ്റ്, കണ്ടക്ടർ പെർമിറ്റ് റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞ്. ചേട്ടൻ കണ്ടോ അത്? എന്നിട്ട് ആ കൊച്ച് എന്നിട്ട് വീഡിയോയിൽ പിന്നെയും വന്നായിരുന്നു. ആ കൊച്ചിൻ്റെ അടുത്ത് മീഡിയ പോയി, മാധ്യമങ്ങളൊക്കെ. എന്നിട്ട് ആ കൊച്ചു പറഞ്ഞു ആ ചേട്ടൻ്റെ പണി കളയണമെന്നൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് അയാൾക്ക് കുടുംബമൊക്കെ ഉള്ളതല്ലേ, ഞങ്ങളെ ബസ്സിലൊന്ന് കയറ്റിയാൽ മതിയെന്ന്. ആ ബസ്സിൽ ആൾ പോലും ഇല്ല ചേട്ടാ, എന്നിട്ട് അയാൾ കയറ്റിയില്ല ചേട്ടാ. അതിന് ഇന്നത്തെ കാലത്ത് പിള്ളേരല്ലേ ചേട്ടാ, സ്കൂൾ പിള്ളേരല്ലേ, അവർ കറക്റ്റ് സമയത്ത് വീട്ടിൽ ചെല്ലണ്ടേ? പിള്ളേർക്ക് ബസ് കിട്ടാലോ. ചേട്ടാ അങ്ങനെയല്ല, പിള്ളേർ സമയത്ത് വീട്ടിലെത്തിയില്ല. പിള്ളേർ സമയത്ത് വീട്ടിലെത്തി, വീട്ടിലിരിക്കുന്ന രക്ഷിതാക്കൾക്ക് പേടിയുണ്ടാവും. ആ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ഈ പറയുന്ന കണ്ടക്ടർ അടക്കം ചിലപ്പം ജസ്റ്റിസ് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് വരെ ഇട്ടെന്നിരിക്കും. ചേട്ടനാ കഴിയ കണ്ടില്ല അല്ലേ? ഞാനത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലല്ല ചേട്ടാ, എല്ലാ സ്ത്രീകൾക്കും ഫ്രീ യാത്ര എന്ന് പറയുമ്പോൾ നല്ല സാലറി വാങ്ങണ ജോലിക്കാരെ കാണില്ല ചേട്ടാ. ഞാൻ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് സ്ത്രീ സൗജന്യ യാത്ര എന്ന് പറഞ്ഞില്ലേ, അപ്പം ഗവൺമെൻറ് ജോലിയുള്ള നല്ല ശമ്പളം വാങ്ങുന്ന ആൾക്കാരൊക്കെ കാണില്ലേ, അവർക്കൊക്കെ അതല്ലേ കിട്ടുന്നത് സൗജന്യ യാത്ര. ശരിക്കും ഇത് ഒന്നുമില്ലാത്ത പാവപ്പെട്ടവർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നല്ലതല്ലേ? എന്നാലും ഈ സെയിൽസ് ഗേൾസ് ഒക്കെ പോലെയുള്ളവരൊക്കെ ഇല്ലേ, കഷ്ടപ്പെടുന്നവരൊത്തിരി, അങ്ങനെയുള്ളവർക്കൊക്കെ ആക്കിയിട്ട് സ്ഥിര വരുമാനമുള്ളവർക്കൊക്കെ അങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിനോട് യോജിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ കൂലിപ്പണിക്ക് പോകുന്ന ചേട്ടന്മാരൊക്കെ ഇല്ലേ, ഒരു കുടുംബം പുലർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നവര്, അങ്ങനെയാണെങ്കിൽ അവർക്കും വേണ്ട സൗജന്യ യാത്ര. സമത്വം വേണമെന്നല്ലേ പറയണ എല്ലാവരും, തുല്യത വേണം. അല്ല ഇത് തുടങ്ങിയതുള്ളൂ, അവര് പറഞ്ഞിട്ടുണ്ടോ? തുടങ്ങിയത് 2-3 മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാന്നല്ലോ പറഞ്ഞേ. എടാ ഇവിടെ ഇരിക്കണ അവര് പറഞ്ഞേക്കണ എങ്ങനെയാണല്ലോ എടാ നനഞ്ഞ കൈ കൊണ്ട് എടുക്കരുത്, വേറെ വെള്ളം പറ്റിക്കരുത്, കാറിപ്പോവും. നീ ഇപ്പം എടുത്തത് ആ വർണ്ണത്തിൽ മാത്രമേ തൊട്ടിട്ടുള്ളൂ. നീ അവിടെ ഇരുന്നേ. KSRTC ഓർണങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഓർഡിനറി അല്ലേ? ഓർഡിനറി ഉണ്ടോടാ? റെഡ് വണ്ടിയല്ലേ ഓർഡിനറി? ആണോ ചേട്ടാ? വൈറ്റ് വണ്ടി ഉണ്ടോ? പ്രിയദർശിനി വാർത്ത പറഞ്ഞിട്ടുണ്ട് തൊഴിൽ ചാനലില്. തൊമ്മങ്കുത്ത്, ഉടുമന്നൂര്, ചിനിക്കുഴി, പെരിങ്ങാശ്ശേരി, തട്ടക്കൊണ്ട ഭാഗത്തേക്കും KSRTC പുതിയതായിട്ട് അനുവദിക്കുന്നു. അങ്ങോട്ട് ഇല്ല. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒത്തിരി പാവങ്ങളുണ്ട്, ഈ പെരിങ്ങാശ്ശേരിക്കൊക്കെ അനുവദിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഈ തൊമ്മൂത്തനായാലും ഇല്ലല്ലോ. തൊമ്മങ്കുത്ത് റോഡ് ഭയങ്കര ഭംഗിയാക്കി. കോക്കാടൻ ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ്, മറ്റേ വൈറ്റ് വര വരച്ചോണ്ടിരിക്കുക. പാൽമണി തുടങ്ങി പോലും
എവിടെ സമൂത്ത് ചപ്പാത്ത ഇപ്പൊ തീർന്നു ആ വഴി പോയിട്ട് നമുക്ക് ചുമ്മാ കറങ്ങാൻ പോയാലോ? ഫോറസ്റ്റ് കയറുമൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ പോയി കറങ്ങി വരാം. അതായത് തൊമ്മൻകുത്ത് അവിടെ പാസ് എടുത്ത് കയറണ്ട, ചുമ്മാ കറങ്ങി വരാനായിട്ട്. ചപ്പാത്തൊക്കെ കണ്ട് അവിടെയൊക്കെ ജസ്റ്റ് ഇറങ്ങി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചായ മുറുക്കമൊക്കെ വേണമെങ്കിൽ ഇങ്ങ് പോരെ. നല്ല മുറുക്കല്ലേ, കടിച്ചാലൊക്കെ പൊട്ടും. ഒത്തിരി ഉണങ്ങി പോയിട്ടില്ല. എനിക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. സമയമില്ലാന്ന് ചായ കുടിച്ചിട്ട് വേണം എനിക്ക് മീൻകറി വെച്ച് വെക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ ചാച്ചൻ്റെ അടുത്തേക്ക് പോവുക. ഇന്നലെ തന്നെ വന്നാൽ നമ്മൾ 10 മണി കഴിഞ്ഞപ്പോഴല്ലേ? 10 അതായത് അവിടെ ചെന്നാൽ ചാച്ചന് ഫുഡ് കൊടുക്കും, പിന്നെ പാമ്പർ മാറ്റിക്കും, ഫുഡ് കൊടുക്കും. ആദ്യം ചെറിയ ബണ്ണൊക്കെ കൊടുക്കും, പിന്നെ ചാച്ചച്ചേടം കിടക്കും, പിന്നെ പാമ്പറൊക്കെ മാറ്റും, പിന്നെ വെള്ളം തന്നാ തിന്നായിരുന്നു എന്നൊക്കെ പറയും ചാച്ചൻ. അപ്പം പിന്നെ ചാച്ചന് നമ്മൾ ഓട്സ് വേവിച്ച് കൊടുക്കും, പഞ്ചസാരയൊക്കെ ഇട്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പോരും. തേങ്ങ എടുത്ത് വെക്കണം. ചേട്ടനപ്പോ ഇവിടെ ഉണ്ടായില്ല, ചേട്ടൻ നാട്ടിലായിരുന്നു. വള എന്റെ കയ്യിലേക്ക് ഇടാനായിരുന്നു, ഒന്നും ഇട്ട് തന്നില്ലല്ലോ. ഞാൻ അടുത്ത് കേൾക്കുന്ന ചിലപ്പോ കൊലങ്ങിന്റെ സ്വഭാവമാ. അടുത്ത് കിണറ്റിലിടാൻ പോകും, അടുത്ത് കിണറ്റിൽ ഇട്ടാലോ. വേനൽക്കാലത്താണെങ്കിൽ നമ്മുടെ കിണറ്റിലെ വെള്ളം ചെറുതായിട്ട് കുറഞ്ഞു പോയി. ഒരിക്കലും പറ്റുമൊന്നുമില്ല, ആ വെള്ളത്തിൽ ക്ഷാമമൊന്നുമല്ല. ഇപ്പൊ കിണറ്റിൽ നിന്നാണ് ഈ കൈ കൊണ്ട് മുക്കിയെടുക്കുക. ഇപ്പൊ എനിക്ക് എന്റെ കിണറിനെ കണ്ടിട്ടെടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു. ആ വെള്ളം ഒന്നായിരുന്നെങ്കിലോ അല്ലേ? അന്നാണ്ട് എത്രയും കടും വേനൽ വന്നിട്ട് നമ്മുടെ കിണറ് വറ്റിയൊന്നുമില്ല. ചായ ഞാൻ കുടിച്ചില്ല, ഞാൻ കുടിച്ചിട്ട് ചേട്ടാ. വേസ്റ്റ് ലോസ് ചെയ്യാനിരിക്കണ ഞാനാണ് ഈ നുറുക്കം തിന്നോണ്ടിരിക്കുന്നത്. ചേട്ടാ ആ മീൻകറി വേവണ സമയം കൊണ്ട് ഇച്ചിരി ചക്ക പുഴുങ്ങാനാ. എനിക്ക് ഇച്ചിരി ചക്കപ്പുഴുക്ക് തിന്നാൻ ആഗ്രഹമുണ്ട്. അരിയാഹാരം കഴിക്കാതെ തിന്നാൻ മതിയല്ലോ. അതല്ല, എനിക്ക് ഇത് നല്ല ചക്ക. അല്ല അങ്ങനെയല്ല, ഫ്രഷ് ആയിട്ടുള്ള ചക്ക. അതിനകത്ത് ചായ ഇല്ല, ഉണ്ടോന്ന് അറിയില്ല. ആ ഉണ്ട്. ഞാൻ അമ്മച്ചി അപ്പൊ ഞാൻ ഓർത്തു തീർന്നു പോയി. അതിനാ അത് കുടിക്കാം, ഞാൻ കുടിക്കട്ടെ. ആ മീൻകറി വേവണം നേരം കൊണ്ടേ ഞാൻ ഇച്ചിരി അരിഞ്ഞു പോയി. കുറച്ച് മാത്രം ആലോചിക്കുമല്ലോ, നിങ്ങൾ ഉണ്ടാക്കിത്താ. ചക്ക അരിഞ്ഞ് ഫ്രീസറിനകത്ത് ഇരിപ്പുണ്ട്. അതല്ല, എനിക്ക് ഇച്ചിരി ഫ്രഷ് പച്ചച്ചക്ക തിന്നണം. ഇച്ചിരി പച്ചച്ചക്ക പുഴുങ്ങി മീൻകറി, ചോറ് മീൻകറി കൂട്ടി ഇച്ചിരി തിന്നണം. കൊതി കൊണ്ടല്ല ചോദിക്കണേ.
ചക്ക ഇട്ട് ഒരാളുടെ പറഞ്ഞുള്ളൂ, സ്വർണ്ണം വാങ്ങിച്ചൊരാനൊന്നും പറഞ്ഞില്ലല്ലോ. ചാച്ചനാണെങ്കിൽ ചേട്ടനെ കണ്ടു കഴിയുമ്പോൾ തലയക്കട എന്നെ തപ്പി നോക്കും ആരാന്നറിയാൻ വേണ്ടി. എന്നിട്ട് മുട്ടത്തലയാ വിളിക്കണയൊക്കെ നല്ല രസമാണ്. അതല്ല ചേട്ടന് അത് തോന്നാറില്ലേ? പണ്ടൊക്കെ ചാച്ചനെ ഭയങ്കര പേടിയല്ലായിരുന്നു കൊച്ചുനാളിലൊക്കെ. ഇപ്പൊ ചാച്ചൻ ഇതുപോലെ കാണിക്കുമ്പോ ചേട്ടന് ഭയങ്കര സന്തോഷമല്ലേ? ഇത്രയും കോമഡിയൊക്കെ പറഞ്ഞ് ഞാനും മുട്ട അടിക്കാൻ പോവാന്ന്. എല്ലാ മക്കളും ഒരുമിച്ചിരിക്കാറുണ്ട് വർത്താനം പറഞ്ഞ. ചാച്ചന് നേരം അവിടെ ഇരിക്കണ കസേര കവഞ്ചി ചാച്ചൻ ഇങ്ങനെ കിടക്കും. പിള്ളേരൊക്കെ നിരന്നിരിക്കും. 9 മക്കള്. വിശേഷങ്ങളൊക്കെ പറയോ? ആ, ഓരോരുത്തർക്കും പണി കൊടുക്കലായിരുന്നു ചാച്ചന്റെ പണി. ചാച്ചനെ വന്നിട്ട് ഒപ്പം ഇറങ്ങും, ഒരു വാച്ചൊക്കെ കെട്ടി തൂമ്പയെടുത്തോണ്ട്. ഷർട്ട് ഇടുമായിരുന്നോ? മുണ്ട് മാത്രം. കൊന്ത കാണോ എടുത്തേലപ്പോ? നമ്മള് മധുരമ്പള്ളി പോയിട്ട് ഒത്തിരി നാളായല്ല ചേട്ടാ, നമുക്കൊന്ന് പോകണല്ലോ. അപ്പോൾ അതേ പ്രാണിയുടെ 3 കുഞ്ഞുങ്ങൾ. ചവിട്ടരുതിട്ടോ ചേട്ടാ, കാൽച്ചോട്ടിലായിരിക്കണേ. അവിടെ 28 തേങ്ങ. ഇതാ ഇത് ആ എടുക്കണില്ല. ഞാൻ പിടിക്കണോ? അത് നോക്കുവാ കുഞ്ഞി. കോഴികളൊക്കെ നേരത്തെ കയറി കിടന്നല്ലോ. ഈ കുഞ്ഞുങ്ങൾ അങ്ങ് ശോഷിച്ചിരിക്കുന്നു. രാവിലെ എന്ത് മീനാ തിന്നേ? ഞാവൂ എന്ന് പറഞ്ഞാൽ തിന്നണിരുന്ന്. ചേട്ടനെ വിളിക്കണ ആട് അവിടെ നിന്നിട്ട് ചേട്ടാ. ചേട്ടൻ ഇന്ന് നെയ്ശ്ശേരിയിൽ തേങ്ങ ഇടിക്കാനായിട്ട് പോയേക്കുമായിരുന്നു, തേങ്ങ ഇടാനായിട്ട്. അങ്ങനെ ചേട്ടൻ എന്നെ കൂടാതെ തേങ്ങ ഇട്ടുകൊണ്ട് വന്നു. ഇതാ ഇത് തേങ്ങ മാങ്ങ. തന്നെ എടുക്കോ അത് മൊത്തോ? ഇതാ താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്ന ചേട്ടനെ നിങ്ങൾ കാണുന്നില്ലേ? ഒരൊറ്റ മഴക്ക് പെയ്ത ഇലയാണിത് മുഴുവൻ. എടാ നീ എന്നാടാ ഈ പറയാതെ ഇറങ്ങിപ്പോണത്? ആര് വിളിച്ചാണേലും വീട്ടിൽ പറയാതെയാണ് ഇറങ്ങിപ്പോണേ. ഇവിടെ കൊതുകുണ്ട് ചേട്ടാ. ഇവിടെ ചിരട്ടയിൽ വെള്ളം കെട്ടി കിടക്കണ്ടായിരിക്കുമോ? ശരിയാട്ടെ, ചിരട്ട നേരെ വെച്ചേക്കുക. ചിരട്ട വെള്ളം കെട്ടിയിട്ടുണ്ടാവും. അതേ കോഴിക്കുഞ്ഞ് ചുമ്മാ കിടക്കണം അല്ലേ? ഞാനിടത്ത് കഴുത്ത് പിരിഞ്ഞതാണ്. ശരിക്കും ഉണക്കത്തേങ്ങ പൊതിക്കാനും സുഖമൊക്കെ ആട്ടോ. ഞാനൊന്ന് പൊതിച്ചല്ലോ. മാക്കൂൻ്റെ ഇരിപ്പ് വേണം, നല്ല ഭംഗിയുണ്ടല്ലോ. മാക്കൂ ഇത് കണ്ടോ? അത് പോർച്ചിലേക്ക് കയറ്റി വെക്കുക ചേട്ടാ. ജോസിയേട്ടൻ്റെ അല്ലേ? ജോസിയേട്ടന് വന്ന് എടുത്തോണ്ട് പോവാൻ എളുപ്പമില്ലേ? മറ്റേ നമ്മൾ ഇവിടെ ഇല്ലെങ്കിലും പട്ടി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വെച്ചാൽ എടുക്കാൻ പറ്റില്ല. ഇവിടെ വെച്ചാൽ മതി. സൈക്കിൾ ഒതുക്കി വെച്ചോളൂ. രണ്ടെണ്ണാ? ഈ ചാക്ക എവിടെ നിന്നാ ചേട്ടാ കിട്ടിയേ? മുണ്ട് കിടക്കണ
അവരത്തില്ല തേങ്ങ ഇല്ലായിരുന്നു. അപ്പോൾ ആ പുള്ളിക്ക് ദാ ആൻസിൻ്റെ പട്ടികളൊക്കെ ഉണ്ടോ? ആൻസിൻ്റെ പട്ടികൾ. ബോള് കൊടുക്കടാ, അവർക്ക് കൂടെ തട്ടാൻ കൊടുക്കടാ. നീ എന്തോ ഒരുമാതിരി കണ്ണിച്ചോര ഇല്ലാത്തതാണോ? ഇങ്ങോട്ട് ഇറക്കി വിടറാ. കല്ലോ ഇങ്ങ് വന്നേ, ഇനി വാ, ഇനി വാ. എൻ്റെ പൊന്നോ, നീ ഇത്ര പാവായിരുന്നോ? നീ ഇത്രയും പാവമുള്ള ചുണ്ടരനായിരുന്നോ? ചുണ്ടരനായിരുന്നോ? കല്ലോ കവറിയോ? ഏ ആ ശരിയായ വാ. എടാ ഇവിടെ വാടാ. എൻ്റെ അമ്മച്ചോ, അയ്യോ വാവോ, ഇഞ്ചു പൊന്നോ, വാ വാ വാ. ഒന്ന് എക്കാനായിരുന്നു. കടിക്കരുതേ, എന്നെ കടിക്കരുത്, നിങ്ങൾ കഴിച്ചോ. ഒക്കെ ഫോണിൻ്റെ ഒരു തട്ട്. എന്തൊക്കെ പറഞ്ഞാലും മാക്കൂരെ പോലെ അല്ല എനിക്ക്. നിങ്ങൾ ഇച്ചിരി പേടിയാ, എന്നാന്ന് അറിഞ്ഞൂടാ. ചേട്ടൻ നേരെയാക്കാൻ വന്നപ്പോഴത്തേക്ക് കുട്ടിയുടെ തല നേരെയായിട്ട് അവൾ വെള്ളം കുടിക്കുന്നു. നന്നായിട്ട് ഇനി ആഹാരം കൊടുക്കണം. പ്രോട്ടീൻ ശരീരത്തിൽ ചെല്ലുമ്പം ഓക്കെ ആകും. വൈറ്റമിൻസും പ്രോട്ടീനും. ആ നിൻ്റെ കാര്യമാണ് പറഞ്ഞേ. അതിൻ്റെ കഴുത്ത് പിന്നെയും പോയി. ആ വെള്ളത്തിൽ നിന്ന് മാറ്റി വിടതിനെ. പതുക്കെ നിലത്തേക്ക് വിടണം. കഴുത്ത് അങ്ങനെ പിടിച്ചോണ്ട് വിടണം. സൈക്കിൾ അപ്പുറം കൊണ്ട് വെച്ചേ. എനിക്ക് പറ്റില്ല. ആണ്ട ചേട്ടൻ അതിനെ വീണ്ടും അങ്ങനെ തന്നെ വെച്ചു. ബാ ബാ എൻ്റെ പൊന്നോ. ഞാൻ ചേട്ടൻ അറിഞ്ഞൂടാ. നാണ് ശരിയാക്കി തരാം കേട്ടോ. നാണ് ശരിയാക്കാം. നീ അവിടെ നിൽക്ക, ഞാൻ നിന്നെ ശരിയാക്കി തരാം. ആ കോ കോ കോ. ബേബേ 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 ബേബേ. ആ ബാ 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 ബാ. ആ ബാ, ശരിയായി ശരിയായി. നീ ഇനി പിരിക്കല്ല്. നീ പിരിക്കാതെ നടക്കണം കേട്ടോ. പിരിക്കല്ല് കേട്ടോ. ആ പിരിക്കല്ല് കേട്ടോ. ആ അതിനും ഒക്കെ ആക്കി. ബാ ബാ. ചാരാരോ ചാരിരാരോ. ആ പക്കത്ത് കയറില്ല. അരിരാരോ അമ്മയുടെ മോനാരോ ആരാരോ. ഞാൻ അങ്ങനെ നോക്കാതെ എടുക്കണേ. ഇവിടെ വാ. അടുത്ത വീഡിയോയിൽ ഇവരുടെ പേരിടാം. അതാ ഈ വീഡിയോ പേരിടണോ? ആ ഈ വീഡിയോ പേരിടാം. എടുത്തില്ല അല്ല വേണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇവരുടെ പേര് സെലക്ട് ചെയ്യാം. കാരണം ഒരുപാട് പേരൊന്നും വന്നിട്ടൊന്നുമില്ല. ഇനിയും വെറൈറ്റി പേരുകൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അതുകൂടി നിർദ്ദേശിച്ചോളൂ. നമ്മളെല്ലാ പേരും എഴുതിയിട്ട് നമുക്ക് ഇവരുടെ പേര് സെലക്ട് ചെയ്ത് നമുക്ക് അടുത്ത ദിവസം അവർക്ക് പേരിടാവേ. അപ്പം ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാ ഇത് ഒരിക്കലും നിർത്തരുത്. നമ്മളെങ്ങനെ ആദ്യം മുതൽ വീഡിയോ ഇട്ട് അതുപോലെ തന്നെ വീണ്ടും അത് തന്നെ നമ്മൾ ലാസ്റ്റ് വരെ ഇടാവുള്ളൂ എന്ന് ആൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയാലും എത്ര കുറഞ്ഞാലും ഇതൊക്കെ പറയണം. നീ ഓർക്കണ്ടോ? നീ എന്നോട് പറഞ്ഞതാ. അതെ ഇപ്പം ആൻസിനെ പിടിക്കണമെങ്കിൽ കൈ ഇങ്ങനെ എനിക്ക് പൊക്കി പിടിക്കണം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ബിന്ദുസ് ഡ്രീം. ബൈ.